ചേർത്തലയിലെ സാഹചര്യം എന്ന് നമുക്കിന്ന് കസേരകളിൽ പരിശോധിക്കാം. ചേർത്തല മണ്ഡലത്തിൻ്റെ വിശേഷം. ചേർത്തലയിൽ ഒരു പ്രധാനമായി വന്ന ഒരു വിവാദം, അവിടെ കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദിനെതിരെ ജി സുധാകരൻ ഉന്നയിച്ച ഒരു വിവാദമായിരുന്നു. CPIയിൽ ആരും തനിക്കെതിരെ ഒന്നും പറഞ്ഞില്ല. ബിനോയ് വിശ്വത്തിന് പോലും അങ്ങനെ ഒരു പ്രതികരണം നടത്തണം എന്ന് തോന്നിയില്ല. അപ്പോൾ ബിനോയ് വിശ്വത്തിന് പോലും ഇല്ലാത്ത ഒരു സൂക്കേടാണ് പ്രസാദിന് ഉണ്ടായിരുന്നത് എന്ന് കഴിഞ്ഞിടെ സുധാകരൻ പറയുന്നുണ്ടായി. 6000 വോട്ടിന് കട്ടി ജയിച്ച ഒരു മണ്ഡലമാണ് ചേർത്തല എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. 18,000 വോട്ടിന് പി തിലോത്തമൻ ജയിച്ചെടുത്താണ് ഈ നൂറനാട്ടുകാരൻ പ്രസാദ് ജയിച്ചത് വെറും 6,000 വോട്ടിനാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. അതും ഒരു കൊച്ചു പയ്യനോട് അതുപോലും അയാൾ ഓർത്തില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ്. അപ്പോൾ ഈ ചേർത്തല മണ്ഡലത്തിൻ്റെ ഒരു കണക്ക് നമ്മൾ പരിശോധിക്കുമ്പോൾ ചേർത്തലയിൽ 2011 അവിടെ പി തിലോത്തമന് കിട്ടുന്ന വോട്ട് 86,193 അത് ലീഡാകുന്നത് 18,318 വോട്ടിൻ്റെ ലീഡാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. അതേസമയം 2016 ആകുമ്പോഴേക്കും ആ ലീഡ് 7,196 വരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. 2021 പ്രസാദ് ജയിക്കുമ്പോൾ ആ വോട്ടിൻ്റെ ലീഡ് 6,148 എന്ന സംഖ്യയിലേക്ക് ചുരുങ്ങുകയാണ്. അപ്പോൾ 83,702 വോട്ടുകൾ നേടുമ്പോൾ 6,148 വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമേ അവിടെ ഉറപ്പിക്കാൻ കഴിയുന്നുള്ളൂ. അപ്പോൾ ചേർത്തലയിൽ പക്ഷേ UDF വോട്ടിൻ്റെ പെർസെൻറ്റേജ് 2011 തൊട്ട് പരിശോധിക്കുമ്പോൾ അത് വർദ്ധിക്കുന്നു എന്നതാണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത്. 2011 67,878 വോട്ടുകൾ ഉണ്ടായിരുന്ന മണ്ഡലത്തിൽ 2016 ആകുമ്പോൾ അത് 74,000 ഉയരുന്നു. 2021 അത് 77,000 ഉയരുന്നു. അപ്പോൾ UDFൻ്റെ വോട്ട് വർദ്ധിക്കുന്നു. അതോടൊപ്പം തന്നെ അവിടെ NDA വോട്ടുകളും വർദ്ധിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇത്തവണ അവിടെ BDJ സ്ഥാനാർത്ഥിയാണ് അഡ്വക്കേറ്റ് TP അനന്തരാജാണ് അവിടെ മത്സരിക്കുന്നത്. അപ്പോൾ 2011 55,993 വോട്ടുകൾ അവിടെ നേടിയ NDA അത് പിന്നീട് അടുത്ത 2016 ആകുമ്പോഴേക്കും അത് ക്രമാതീതമായി ഉയർത്തുന്നതിൻ്റെ കണക്കുകൾ കാണാൻ നമുക്ക് കഴിയും. 19,614 വോട്ടുകളായി ഉയർത്തുകയാണ്. പിന്നീട് അത് 14,562 വോട്ടുകളായാണ് പിന്നീട് അത് മാറുന്നത്. അപ്പോൾ BJPക്ക് അവിടെ അവരുടെ ഒരു വോട്ടിംഗ് പാറ്റേൺ നോക്കുമ്പോൾ 2011 നിന്ന് വലിയൊരു മുന്നേറ്റം, പക്ഷേ അത് 2016 അതുപോലെ തന്നെ 2021 താരതമ്യം ചെയ്യുമ്പോൾ അത് വലിയ തോതിൽ ഫ്ലക്ച്വേറ്റിംഗ് ആണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ സ്വാഭാവികമായി ഇത്തവണ അവിടെ പി പ്രസാദ് മത്സരിക്കുന്നു. കോൺഗ്രസ് സ്ഥാനാർത്ഥി KR രാജേന്ദ്ര പ്രസാദ് മത്സരിക്കുന്നു. BDJ സ്ഥാനാർത്ഥി TP അനന്തരാജ് മത്സരിക്കുന്നു. ആം ആദ്മി പാർട്ടി കൂടി അവിടെ ചിത്രത്തിലുണ്ട്. അപ്പോൾ ഒരു കഴിഞ്ഞ തവണ ശരത്തിനോടാണ് അവിടെ ജയിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും പ്രസാദ് അവിടെ ഒരു കൊച്ചു പയ്യനോടാണ് മത്സരിച്ചത് എന്ന് ജി സുധാകരൻ പരിഹസിക്കുകയാണ്. അയാളുടെ വിജയം ഇത്തവണ തുലാസിലാണ് എന്ന് സുധാകരൻ പറയുന്നു. സുധാകരൻ കോൺഗ്രസിൻ്റെ തൊപ്പി ധരിച്ചു നിൽക്കുന്ന ഒരു ഗതികെട്ട ചിത്രം തനിക്ക് കാണേണ്ടി വന്നു എന്ന് പ്രസാദ് പറഞ്ഞിരുന്നു. അത് തന്നെ വല്ലാതെ ദുഃഖിപ്പിച്ചു എന്നൊരു പരിഹാസം അദ്ദേഹം നടത്തിയിരുന്നു. ആ പരാമർശത്തോടാണ് ജി സുധാകരൻ ഇത്തരത്തിൽ ഒരു പ്രതികരണം നടത്തിയത്. ഞാൻ പ്രസാദിനെതിരെ ഒന്നും പറയാൻ ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. തനിക്ക് വേണമെങ്കിൽ ജില്ല മുഴുവൻ നടന്ന് പ്രസംഗിക്കാം, പക്ഷേ അതൊന്നും ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നില്ല. പക്ഷേ പ്രസാദിന് ഗുരുത്വമില്ല എന്നാണ് ജി സുധാകരൻ്റെ കണ്ടെത്തൽ. അല്ലെങ്കിൽ പിന്നെ തനിക്കെതിരെ ഇങ്ങനെ പറയേണ്ട കാര്യമെന്ത് എന്ന് ജി സുധാകരൻ ചോദിക്കുന്നു. ജി സുധാകരൻ ചേർത്തലയിൽ വന്ന് പ്രസംഗിച്ചാലും പക്ഷേ തനിക്കൊന്നും സംഭവിക്കാനില്ല എന്നാണ് പ്രസാദ് അതിനെതിരെ വ്യക്തമാക്കിയത്. അതൊരു വെല്ലുവിളിയായി തന്നെ പരിഗണിക്കുന്നില്ല എന്ന് പ്രസാദ് പറയുകയും ചെയ്തു. അപ്പോൾ ചേർത്തലയിൽ ജി സുധാകരൻ ഒരു പ്രതിഫലനം ഉണ്ടാക്കില്ല എന്ന് പ്രസാദ് പറയുന്നു. പക്ഷെ തൻ്റെ പ്രതികരണം, താൻ നടത്തുന്ന ഈ നീക്കം അത് ചേർത്തലയെ കൂടി ബാധിക്കും എന്ന വലിയ ഒരു പ്രഖ്യാപനം അവിടെ ജി സുധാകരൻ നടത്തുന്നു. അപ്പോൾ
സ്വാഭാവികമായും ചേർത്തല മണ്ഡലത്തിൽ ഒട്ടനവധി ഘടകങ്ങൾ വളരെ സുപ്രധാനമാണ്. 2021 CPI സ്ഥാനാർത്ഥി പി പ്രസാദിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ചെറിയ പൊട്ടിത്തെറികൾ ഉണ്ടായതായുള്ള വിവരങ്ങൾ അന്ന് വന്നിരുന്നു. പ്രളയകാലത്ത് കിറ്റ് കൊടുത്തതിന് അന്ന് ഒരു അംഗീകാരമൊക്കെ നേടിയ LDF സർക്കാരിലെ ഭക്ഷ്യമന്ത്രിയായിരുന്ന പി തിലോത്തമനെ തന്നെ മത്സരിപ്പിക്കണമെന്ന് ഒരു വിഭാഗം ആവശ്യപ്പെട്ടിരുന്നു. ചിലരൊക്കെ അങ്ങനെ പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ CPIയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായ പി പ്രസാദിനാണ് അവിടെ സ്ഥാനാർത്ഥിത്വം ലഭിച്ചത്. അപ്പോൾ അന്നത്തെ CPI ജനറൽ സെക്രട്ടറി കാനം രാജേന്ദ്രനാണ് ഈ തീരുമാനം എടുത്തത്. അത് പാർട്ടിക്കുള്ളിൽ അന്നൊരു ചെറിയ ഭിന്നതയുണ്ടാക്കി. സ്ഥാനാർത്ഥിയായി പ്രസാദിനെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സഹകരിച്ചില്ല എന്നൊരു കാരണം അന്ന് മന്ത്രി പി തിലോത്തമൻ്റെ പേഴ്സണൽ സ്റ്റാഫിനെതിരെയൊക്കെ ഉയർന്നത് പലരും ഓർക്കുന്നുണ്ടാകും. അത് പലതരത്തിലുള്ള വിവാദം ആയി വരികയും പിന്നീട് ഈ കരുവ ലോക്കൽ കമ്മിറ്റി യോഗം അവിടെ ഈ പൃഥ്വിദിനെ പുറത്താക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ ഇതൊന്നും പ്രസാദിൻ്റെ ജയത്തെ ബാധിച്ചില്ല. കോൺഗ്രസിലെ ശരത്തിനെയാണ് അന്ന് നേരിടുകയും ചെയ്തത്. BDJS തന്നെയായിരുന്നു ആ മണ്ഡലം 2021 അവിടെ നിന്ന് മത്സരിച്ചത്. അഡ്വക്കേറ്റ് PS ജ്യോതിഷായിരുന്നു അവിടെ നിന്ന് മത്സരിച്ചത്. അതേപോലെ തന്നെ 2016 പി തിലോത്തമൻ അവിടെ കോൺഗ്രസിൻ്റെ ശരത്തിനെ തന്നെയാണ് നേരിട്ടത്. BDJS സ്ഥാനാർത്ഥി PS രാജീവായിരുന്നു. അപ്പോൾ സ്വാഭാവികമായി ഈ ഘട്ടങ്ങളിലെല്ലാം നമുക്ക് ഇതിൻ്റെ കണക്കുകൾ പരിശോധിക്കുമ്പോഴെല്ലാം കൃത്യമായ ഒരു മേൽക്കൈ CPIക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അത് കുറയുന്ന ഒരു സൂചനയാണ്. ഈ വോട്ട് ലഭിച്ച മൊത്തം വോട്ടിൻ്റെ എണ്ണം കുറയുന്നു എന്ന സൂചനയാണ് നൽകുന്നത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ചേർത്തല വളരെ നിർണായകമായൊരു മണ്ഡലമാകുന്നു. സുധാകരൻ്റെ ആ ഒരു പ്രതികരണം അത് എന്ത് പ്രത്യാഘാതം ചേർത്തലയിൽ ഉണ്ടാക്കും എന്ന് എല്ലാവരും ഉറ്റുനോക്കുകയും ചെയ്യും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.